ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എനിക്ക് ഒരാഴ്ചയായിട്ട് പനിയായതിനാൽ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കൂട്ടുകാരെ. ഇന്ന് ഞാനൊരു ഇലത്തോരനുമായിട്ടാണ് വന്നേക്കുന്നത്. ചക്കക്കുരു ഇട്ടൊരു വെറൈറ്റി ഇലത്തോരൻ. അപ്പോൾ വീണ്ടും കൂട്ടുകാരിൽ നിന്നും പഴയ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. കൂട്ടുകാരെ, നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെക്കാൻ പറ്റിയ എന്തെല്ലാം ഇലകളുണ്ടെന്നറിയാമോ? കുറേ പച്ചച്ചീര, ഒരു മൂട് പച്ചച്ചീര ഇവിടെ നിൽപ്പുണ്ട്. എന്ത് ഇല കിട്ടിയെന്നറിയോ ഇതിൽ നിന്ന്? ഞാൻ അവിടെ വെച്ച് തന്നെ അതിൻ്റെ അരിയെല്ലാം മാറ്റി മണ്ട നുള്ളിയെടുത്തിട്ടുണ്ട്. അതുപോലെ പുഴുക്കുത്തിലുള്ളതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മൂട് ചീരയിൽ നിന്നാണ് ഒരു പിടി, ഒത്തിരി 2-3 പിടിയോളം എനിക്ക് ഇല കിട്ടിയതിൽ നിന്ന്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി എടുത്തു അവിടെ വെച്ച് തന്നെ. ഇനി കഴുകിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്തത് തപ്പിയെടുക്കാം വേറെ എന്തുണ്ട് എന്നുള്ളത്. കിട്ടി. ഇതാണ് പൊന്നാരി വീര്. കൂട്ടുകാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ? ഈ ഇല വെച്ചുള്ള തോരൻ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ കിടന്നില നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും ഗുണമുള്ളതാണ് കേട്ടോ. ഇത് തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പയറെന്ന് വെച്ചാൽ ചെറുപയർ അങ്ങനെയൊക്കെ ഇട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ഗുണമുള്ള സാധനമാണ്. ഇതാണ് പൊന്നാരി വീര്. ഇതിൻ്റെ പേരെന്താണ് കൂട്ടുകാരുടെയൊക്കെ നാട്ടിൽ? ഒന്ന് കമൻറ്റ് പറയണേ. പിന്നെ നമുക്ക് തഴുതാമ പറിക്കാം. ഇതാണ് തഴുതാമയില. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെയൊക്കെ പറമ്പിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഇലയാണ് തഴുതാമയില. ഇത് കണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. വൈറ്റമിൻ എ ആണ്. എ മാത്രമല്ല, A to Z വരെയുണ്ട്. അതിൻ്റെ ആ പൂവെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് നമുക്കതിൻ്റെ മണ്ടയെല്ലാം പറിച്ചെടുത്ത് നല്ലപോലെ കഴുകിയെടുത്ത് തനിയെ തോരൻ വെച്ച് കഴിക്കാം. അല്ലെങ്കിൽ കൂടെ വേറെ എന്ത് ഇല വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ നമുക്ക് 3 ടൈപ്പ് ഇലകൾ കിട്ടി. ഇനി നമുക്കുണ്ടോ ഇലകളൊക്കെ ഉണ്ടോ നോക്കാവേ. കുറേയും കൂടെ ഉണ്ട്, അതുകൂടെ പറിച്ചെടുക്കാം. അവിടെ നിൽക്കുന്നു മുരിങ്ങയില. അപ്പോൾ നമുക്ക് മുരിങ്ങയിലയും കൂടെ എടുക്കാം. മുരിങ്ങയിലയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ്. അങ്ങനെ മുരിങ്ങയിലയും കിട്ടി. നമുക്ക് തോരൻ വെക്കാനുള്ള സാധനങ്ങളാണ് മുരിങ്ങയില. നല്ല മുരിങ്ങയിലയാണ്, തളിർത്ത മുരിങ്ങയില. അതുപോലെ കുറച്ച് തഴുതാമ. പിന്നെ ഇത് പൊന്നാരി വീര് ഇല. ഇത് കണ്ടോ, ചീരയില, പച്ച ചീരയുടെ ഇല. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടി ഇട്ടാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കിയാലോ? ആദ്യം ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ എല്ലാം അരിഞ്ഞു വെക്കട്ടെ. മുരിങ്ങയില ഞാൻ പിച്ചാത്തി കൊണ്ട് അരിയത്തില്ല. ചിലപ്പം പിച്ചാത്തി കൊണ്ട് അരിഞ്ഞാൽ മുരിങ്ങയില കഴിക്കും. അതുകൊണ്ടാണ്. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചിട്ടാൽ മതി. അതുപോലെ ചക്കക്കുരുവിൻ്റെ തൊലി നല്ലപോലെ കളയുക. എന്നിട്ട് കണ്ടോ, ഇതേപോലെ നീളത്തിലാണ് ഞാൻ ചക്കക്കുരു അരിഞ്ഞിടുന്നത്. കണ്ടോ, 2ആയിട്ട് മുറിച്ചിട്ട് നീളത്തിലായിരിക്കും അരിഞ്ഞിടുക. അങ്ങനെ നമ്മുടെ തോരനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചക്കക്കുരു അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചക്കക്കുരു നല്ലപോലെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് വേണം ഇലയും അതിൻ്റെ അരപ്പുകളും എല്ലാം ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു വേവിക്കാം. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇവിടെ 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചക്കക്കുരു അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കത് അടച്ചു വെച്ചേക്കാം. ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാവേ. നമ്മുടെ അരപ്പിന് ആവശ്യമുള്ളത് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണേ. അപ്പോൾ ആദ്യം ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം.
ദാ നമ്മുടെ അരപ്പ് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരു എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് വെച്ചു. ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകോട് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇലയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. വെന്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പറ്റുവേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം അടപ്പിട്ടടച്ച് വേവിക്കാം. നമ്മുടെ ഇലയൊക്കെ വെന്തോന്നറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ. ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു ലേശം വെള്ളവും കൂടെ അരപ്പ് അരച്ച പാത്രം കൂടെ കഴുകി ഒഴിച്ചേക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാവേ. ചക്കക്കുരു വേവിച്ച പാത്രത്തിലും ലേശം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ചേക്കാം. 3-4 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഈ തോരൻ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അതുപോലെ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തിയാണിത് കേട്ടോ. നമ്മൾ ഇതിനകത്ത് എത്ര ഇലകളൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര ടൈപ്പ് ഇലകൾ ചേർത്തിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ചക്കക്കുരുവൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. 2-3 മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റാവേ. നമ്മൾ തോരൻ എവിടം വരെ നോക്കാം. അതുപോലെ വെന്തിട്ടുണ്ട് ഇലയൊക്കെ കണ്ട. സൂപ്പർ തോരനാണ്, നല്ല ഹെൽത്തിയാണ്. ഞാൻ ഈ തോരൻ ഉണ്ടാക്കാൻ എത്ര തരം ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്ന് കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ മോളാണേ, 2 മാസത്തേക്ക് ഇനി എൻ്റെ കൂടെ തന്നെ കാണും. അപ്പോൾ ഓക്കെ ബൈ. നാളെ പുതിയ റെസിപ്പിയുമായി നാളെ കാണാം. ബൈ ബൈ.